ഹലോ ഗൈസ്, രമേഷ് CP പോഡ്കാസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സുധീഷ് ബ്രോനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് നിങ്ങൾ യൂട്യൂബ് ചാനൽ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. എനിക്ക് മൂപ്പരുമായിട്ടുണ്ടായിട്ടുള്ള ഒരു ചെറിയൊരു അനുഭവം പങ്കുവെക്കാമെന്ന് വിചാരിക്കണം. അപ്പോൾ മൂപ്പരുടെ ഒരു ഏകദേശം ഒരു നേച്ചറിനെ കുറിച്ച് നിങ്ങൾക്ക് ധാരണ കിട്ടുന്നുണ്ടായിരിക്കും. നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമൊന്നായിട്ടില്ല. അതായത് ഈ ഒരു സീസണിൽ കൃത്യമായിട്ട് മാസമൊന്നും അറിയില്ല, ഒരു 5-6 മാസം മുമ്പ് മാക്സിമം വീഡിയോസ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളൊരവസ്ഥയിൽ നിന്നാണ് ഇതിൽ സീരിയസ് ആയിട്ട് കുറച്ചെങ്കിലും സീരിയസ് ആയിട്ട് ഒരു പണി എടുക്കുന്നത്. പിന്നെ സീസൺ കഴിഞ്ഞിട്ട് ഒരു പ്ലാൻ എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ വള്ളുവനാട്ടിലെ കാളകളെക്കുറിച്ച്, കാളവേലകളെക്കുറിച്ച്, കാള ആസ്വാദകരെക്കുറിച്ച്, കാള കമ്മിറ്റിക്കാരെക്കുറിച്ച്, ഈ വള്ളുവനാട്ടിലെ കാളലോകവുമായി ബന്ധപ്പെട്ട വളരെ പാഷനേറ്റ് ആയിട്ടുള്ള എന്തിനെക്കുറിച്ചും വീഡിയോസ് ചെയ്യുക, അത് ലോങ് വീഡിയോസ് ചെയ്യുക അങ്ങനെയുള്ളൊരവസ്ഥയിലേക്കായിരുന്നു. അതായത് നമ്മൾ വേറൊരു ദിശയിലേക്കാണ് ഇനി ഉള്ള യൂട്യൂബ് വീഡിയോസൊക്കെ കൊണ്ടെത്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ചെയ്തു വരുമ്പോൾ എന്താവും എന്നറിയില്ല. അപ്പോൾ സുധീഷ് ബ്രോയിലേക്ക് വരുന്ന സമയത്ത് ഞാൻ ഇങ്ങേരുടെ പേര് അല്ലെങ്കിൽ ഇങ്ങേരുടെ ഒരു വോയിസ് അല്ലെങ്കിൽ ഈ ഒരു സംഭവം ഇങ്ങേരെന്നുള്ളൊരു ഈ സുധീഷ് എന്ന് പേരുള്ള ഈ ഒരു സുധീർ ബ്രോൻ്റെ ഒരു വ്യക്തിത്വത്തെക്കുറിച്ച് ആദ്യമായിട്ട് മനസ്സിലാക്കുന്ന മുകേഷ് ഏട്ടനിലൂടെയാണ്. അപ്പോൾ ഏകഛത്രാധിപതി എന്നുള്ള കാളേനെ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ വള്ളുവനാട്ടിലെ കാളകളിൽ ഒന്നാണ് ഏകഛത്രാധിപതി ബാബുവേട്ടൻ്റെ 1-ാം ജോഡി കാള. അപ്പോൾ ഈ കാളയിലെ ഒരാളാണ് സുധീർ ബ്രോ. അപ്പോൾ ഞാൻ ഈ ഏകഛത്രാധിപതിയെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് മുകേഷ് ഏട്ടനെയായിട്ടാണ് ഞാൻ കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ മുകേഷ് ഏട്ടൻ ഞാനൊരു 3-4 കിലോമീറ്ററിൻ്റെ അപ്പുറത്ത് ഏകദേശം ഒരു അടുത്തടുത്ത നാട്ടുകാരാണ്. അപ്പോൾ മുകേഷ് ഏട്ടനോട് ഞാനൊരു കാര്യം ചോദിച്ചിരുന്നു. മുകേഷ് ഏട്ട, അതായത് നമ്മൾ ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് എഴുതണമല്ലോ, നമ്മളൊരു സീരിയസ് ആയിട്ടൊരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ സ്ക്രിപ്റ്റ് എഴുതണമല്ലോ. അപ്പോൾ ഇതുവരെയുള്ള വീഡിയോസും നമ്മളങ്ങനെ ഓൾറെഡി സ്ക്രിപ്റ്റ് എഴുതിയിട്ട് അങ്ങനെ ചെയ്തൊരു സാധനം നല്ലായിരുന്നു. മുകേഷ് ഏട്ടനോട് ഇങ്ങനെ സംസാരിച്ചിരുന്നു. ഈ ഏകഛത്രാധിപതി എന്നുള്ള കാളേനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് മുകേഷ് ഏട്ടൻ എനിക്ക് കുറച്ചൊന്ന് പറഞ്ഞു തരുമോ, അതിനനുസരിച്ച് വേണം എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാനൊക്കെ, ഇതിൻ്റെ പിന്നിലുള്ള ആളുകൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ, രസകരമായ അനുഭവങ്ങളൊക്കെ. അപ്പോൾ സംഗതി എന്താ വെച്ചാൽ മുകേഷ് ഏട്ടൻ ഇതിന് ഞാൻ ഈ ചോദിച്ച കാര്യങ്ങൾക്ക് മറുപടിയായിട്ട് തന്നത് വേറൊരാളുടെ വോയിസ് ക്ലിപ്പുകളായിരുന്നു വാട്സപ്പിൽ. അതായത് മൂപ്പര് വേറൊരാളുടെ അടുത്ത് ചോദിച്ച് അയാൾ അങ്ങേരുടെ വോയിസിൽ മുകേഷ് ഏട്ടൻ അയച്ചു കൊടുത്ത് മുകേഷ് ഏട്ടൻ എനിക്ക് ഫോർവേഡ് തന്ന സംഭവമായിരുന്നു. അപ്പോൾ ആ വോയിസിലാണ് ആദ്യമായിട്ട് സുധീഷ് എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ വോയിസ് ക്ലിപ്പുകളായിരുന്നു. ആ വോയിസിലൂടെയാണ് ഞാൻ ഈ മനുഷ്യനെ ആദ്യമായിട്ട് ഫെമിലിയർ ആവണം മനുഷ്യനായിട്ട്. ആരൊക്കെയാണ് ഡീറ്റെയിൽഡായിട്ട് സംഭവം പറയുന്നുണ്ട്. അതായത് കാളേനെ കുറിച്ചിട്ട് മൊത്തത്തിലുള്ള വളരെ ആഴത്തിലുള്ള കുറേ കണ്ടൻറ്റ് അതിലുണ്ട്. അപ്പോൾ അതിൽ ഇങ്ങരുടെ പേരെന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു, അത് പിന്നീടാണ് വരുന്നത്. അപ്പോൾ അതിൽ പറയുന്നുണ്ട് ഇതിൻ്റെ പിന്നിലുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരെ കുറിച്ച് മൂപ്പര് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പക്ഷേ മൂപ്പരെ പേര് മാത്രം അതിൽ പറയുന്നില്ലായിരുന്നു. അപ്പോൾ ഈ ഡീറ്റെയിൽസൊക്കെ എനിക്ക് വേണ്ടി ഒപ്പിച്ചു തന്നിട്ടുള്ള മുകേഷ് ഏട്ടനിലൂടെയാണ് ഞാൻ സുധീഷിനെ കുറിച്ച് അറിയുന്നത്. വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ളൊരു സംഭവമായിട്ട് തോന്നി. അപ്പോൾ നമ്മൾ ഇനിയുള്ള സെഗ്മെൻറ്റുകളിൽ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇതാണ്, ഈ കാളവേലയുമായി ബന്ധപ്പെട്ട വളരെ പാഷനേറ്റ് ആയിട്ടുള്ള, ഈ മേഖലയിലേക്ക് സീരിയസ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള, അല്ലെങ്കിൽ ഈ മേഖലയെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, അതിൽ പണിയെടുക്കുന്ന, എന്താ പറയുക, ചങ്ക് പറിച്ച് ചേർക്കുന്ന ആളുകളുണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ ലൈംലൈറ്റിലേക്ക് എത്തിക്കുക, അവരുമായിട്ട് ഇടപഴകുക, അവരുടെ കഥകൾ മുന്നിലേക്ക് എത്തിക്കുക, അവരുടെ രസകരമായ അനുഭവങ്ങൾ അവർക്ക് പറയാനുണ്ടായിരിക്കും. അങ്ങനെയുള്ള അതുപോലെ കാളകളിൽ വരുന്ന മാറ്റങ്ങൾ, ട്രെൻഡുകൾ, അതുമായി കാളവേലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് ചുമ്മാ കുറേ കാളകളെ എന്താ പറയുക, ഇത് ഈ കാള അല്ലെങ്കിൽ കുറേ വേലകളെ കാണിക്കുക എന്ന് മാത്രമല്ല, നമ്മൾ ഇതുവരെ ചെയ്തത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഫോർ എലിഫൻറ്റ് പോലുള്ള ഒരു പരിപാടിയൊക്കെ കൈരളിയിൽ മുമ്പുണ്ടായിരുന്നില്ല. ഇപ്പോൾ ശ്രീകുമാർ അരിക്കുറ്റി ശ്രീ ഫോർ എലിഫൻറ്റ് എന്ന രൂപത്തിൽ പേരിൽ ആ സാധനം ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംഗതിയായിട്ട് ഈ കാളവേലയുടെ എപ്പിസോഡുകൾ മാറ്റാനുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ മൈൻഡിലുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നോക്കുമ്പോൾ നമ്മളൊരു വ്യക്തിയെ കുറിച്ച് സംസാരിക്കുന്നതിൽ ഇതിപ്പോൾ രണ്ടാമത്തെ ആളാണ്. ഒന്ന് വേലായുധേട്ടനെ കുറിച്ച് നമ്മൾ സീരിയസ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വേലായുധേട്ടനെ കുറിച്ച് പറഞ്ഞത് മുകേഷ് ഏട്ടനാണ് വേലായുധേട്ടനെ കുറിച്ച് പറഞ്ഞിരുന്നത്. അതേപോലെ ഈ സുധീഷ് ബ്രോയും പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിലെ സുധീഷ് ബ്രോ ആണ് ആ ഒരു രീതിയിലുള്ള വേറൊരു മനുഷ്യൻ. അപ്പോൾ സുധീഷ് ബ്രോനെ കുറിച്ച് കൂടുതലായിട്ട് ഞാൻ പറയില്ല. ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇതിൽ തന്നെ എൻ്റെ മൂപ്പരുടെ മൊത്തത്തിലുള്ള ഒരു ആത്മാവ് കിടക്കുന്നുണ്ട്, ആ സോള് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ പറയാനുള്ളത്. അപ്പോൾ നമുക്ക് വേറൊരാളുടെ വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതിൽ പറഞ്ഞു വരുന്ന സാധനം ഇത്രയുള്ളൂ. നമ്മൾ എന്നുള്ള വ്യക്തി, നമ്മുടെ ഒരു ഈഗോ, ഞാൻ വലിയ സംഭവമാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു ലോകത്ത്, അങ്ങനെ അല്ലാണ്ട് നമ്മളൊരു എന്താ പറയുക, നമ്മൾ ഇടപെടുന്ന മേഖലയോടുള്ള താല്പര്യത്തിൻ്റെ പുറത്ത് അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ട് ഞാൻ എന്ന ഒരു ഐഡൻറ്റിറ്റി തന്നെ വിട്ടിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മനുഷ്യരായിട്ടാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ഭയങ്കര സന്തോഷം നിങ്ങളുടെ ആളുകളെ പരിചയപ്പെടാനും കാണാനും ഒക്കുന്നതിൻ്റെ സാധിക്കുന്നുള്ളൊരു പ്രതീക്ഷയുടെയും അല്ലെങ്കിൽ ആ ഒരു സന്തോഷം അനുഭവങ്ങളിലൂടെയൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം വൈബ് വളരെ വലുതാണ്. താങ്ക് യു.